നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ദ ഫുഡ് പിരമിഡ്. ഫുഡ് പിരമിഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. ഫുഡ് പിരമിഡ് എന്നുള്ള ഒരു ഭാഗം. സോ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് പിരമിഡിന്റെ താഴെയാണ് വരുന്നത്. The grains comes at the bottom, then comes vegetables, fruits, milk and alternatives, meat, fish, egg and alternatives. Next, fat, oil, salt and sugar. So fat, oil, salt and sugar comes at the last and the grains comes first. ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മള് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് ആണ് ഈ പറഞ്ഞത്. ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഗ്രെയിൻസ് ആണ്, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ദെൻ മിൽക്ക്, മീറ്റ്, ഫിഷ്, എഗ്, ദെൻ ഫാറ്റ്, ഓയിൽ, സോൾട്ട് ആൻഡ് ഷുഗർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഒരു ഹെൽത്തി ഡയറ്റ് പോകേണ്ടത്. The food pyramid is a visual representation of how different foods and drinks contribute towards a healthy, balanced diet. So, healthy, balanced dietine contribute ചെയ്യുന്ന ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ് ഈ ഫുഡ് പിരമിഡിൽ പറയുന്നത്. The food pyramid allows individuals the flexibilities to choose foods and drinks from each shelf depending on their food preferences. It organizes foods and drinks into 5 main shelves, starting from most important shelves on the bottom. So, the most important shelf is at the bottom level, and the least important shelf is at the top level. Least important shelf ആണ് fat, oil, salt and sugar. ആ കാര്യങ്ങളൊക്കെ വരുന്നത്. So, most important one comes at the bottom. അത് food grains ആണ്. ഓക്കെ, ഫുഡ് പിരമിഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. അതിന്റെ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് ആ ഒരു ഫുഡ് ഐറ്റംസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഫിഷ്, മീറ്റ്, എഗ്, ഫാറ്റ്, ഓയിൽസ്, സോൾട്ട് ആൻഡ് ഷുഗർ. ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് പിരമിഡിൽ വരുന്നത്. നെക്സ്റ്റ് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഇനി വരുന്നത്. First one, energy. Our bodies need energy to grow and repair themselves, keep warm and do physical activity. So, നമ്മളെ ശരീരത്തിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ് വളരാൻ, നമ്മളെ റിപ്പയർമെന്റിന്, ടിഷ്യൂ റിപ്പയർമെന്റിന്, അതേപോലെ തന്നെ നമ്മളെ കൂളാക്കി നിർത്താൻ, വാം ആക്കി നിർത്താൻ, നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ, നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വി നീഡ് എനർജി. Energy comes from food and drinks, in particular from carbohydrates, protein, fat and alcohol. So, നമുക്ക് വേണ്ട ഈ എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന നല്ല ഫുഡിൽ നിന്നാണ്. Carbohydrate, protein and fat are essential micronutrients, often called macros. So, നമ്മൾ എനർജി നമ്മളിൽ നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് ആൽക്കഹോൾ. So, carbohydrate, protein and fat are essential macronutrients, often called macros. So, carbohydrates, proteins and fat ആണ് macronutrients അഥവാ macros എന്നറിയപ്പെടുന്നത്. As we need them in our diet in a large amount. ഈ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ we need in a large amount for our energy. നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ ആവശ്യമാണ്. And to survive and function. നമുക്ക് സർവൈവ് ചെയ്യാനും നമ്മളെ കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്തു പോകാനും this macronutrients are essential. Alcohol is non-essential, not needed in our diet. നമ്മളെ ഡയറ്റിൽ ആൽക്കഹോൾ ആവശ്യമില്ല. Energy is measured in kilojoules or calories. kilojoules-ലോ അല്ലെങ്കിൽ കലോറികളിലോ ആണ് നമ്മളെ എനർജിന്റെ പിന്നെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോ കലോറി അല്ലെങ്കിൽ കലോറീസിലാണ് നമ്മൾ എനർജി മെഷർ ചെയ്യുക. 1 കിലോ കലോറി ഇസ് ഈക്വൽ ടു 4.2 കിലോ ജൂൾസ്. കിലോ കലോറീസ് ആർ കോമൺലി കോൾഡ് കലോറീസ്. അതിന്റെ മെഷർമെന്റ് ഒക്കെയാണ് പറയുന്നത്. എനർജി വാല്യൂസ് ഓഫ് ഡിഫറെന്റ് ന്യൂട്രിയൻസ്. അപ്പം
നമ്മളെ ഓരോ ന്യൂട്രിയൻസിന്റെ ഡിഫറെന്റ് ന്യൂട്രിയൻസിന്റെ അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ആൽക്കഹോൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിന്റെ അളവാണ് പറയുന്നത്. ന്യൂട്രിയൻസിന്റെ അളവ് നമ്മൾ കിലോ ജൂൾ അല്ലെങ്കിൽ കിലോ കലോറിയിലാണെന്ന് പറയാന്ന് പറഞ്ഞു. അപ്പോൾ കാർബോഹൈഡ്രേറ്റില് 17 കിലോ ജൂൾസ് അല്ലെങ്കിൽ 4 കലോറീസ് പെർ ഗ്രാം ആണ് വരുന്നത്. ഓരോ കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് 17 കിലോ ജൂൾ പെർ ഗ്രാം ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ് നമുക്ക് നൽകുന്നത്. Then പ്രോട്ടീനിൽ 17 കിലോ ജൂൾ ഓർ 4 കിലോ കലോറീസ് പെർ ഗ്രാം, 4 കിലോ കലോറീസ് പെർ ഗ്രാം അല്ലെങ്കിൽ 17 കിലോ ജൂൾസ്. നെക്സ്റ്റ് 14 മീൻസ് ഫാറ്റില് 37 കിലോ ജൂൾസ്, ആൽക്കഹോളില് 29 കിലോ ജീൽസ്. അപ്പൊ ഇത്രയും ഒരു ന്യൂട്രിയൻസിന്റെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന കിലോ ജൂളുകളുടെ കാര്യം 37 കിലോ ജൂളാണ്. ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് ഈ പറയുന്നത്. Showing 1 to 4 of 4 entries, as you see, fat contains more than twice as much energy as carbohydrate, protein, closely followed by alcohol. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എന്തിനാണ്? നമ്മളെ ഫാറ്റിനാണ്. അതിനുശേഷം വരുന്നത് ആൽക്കഹോൾ ആണ്. അതിനുശേഷമാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വരുന്നത്. And this needs to be taken into account when we are watching our weight or trying to reduce it. അപ്പൊ നമ്മൾ സ്ലിം ആവാനൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഏതിന്റെ എമൗണ്ട് കുറയ്ക്കണം എന്നാണ് പറയുന്നത്? ഈ ഫാറ്റ്, ആൽക്കഹോൾ അതിന്റെയൊക്കെ എമൗണ്ട് കുറയ്ക്കണം. കാരണം ഏറ്റവും കൂടുതൽ കിലോ ജൂൾ ഉള്ളത് ഫാറ്റ് അതേപോലെ ആൽക്കഹോൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോട്ടീൻ. Protein is essential micronutrient, but not all food sources of protein are created equal, and you may not need as much as you think. So protein essential ആയ കാർബോഹൈഡ്രേറ്റ് പോലെ ഫാറ്റ് പോലെ എസെൻഷ്യൽ ആയ മൈക്രോന്യൂട്രിയൻ ആണ് എന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഫുഡ് സോഴ്സിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടണമെന്നില്ല. വാട്ട് ഈസ് പ്രോട്ടീൻ? Protein is found throughout the body in muscle, bones, skin, hair, and virtually every other body part of our tissue. നമ്മളെ എല്ലാ ടിഷ്യൂവിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളെ ബോൺ, മസിൽസ്, ഹെയർ അതിൽ എവിടെയൊക്കെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ കാണപ്പെടുന്നു എന്നുള്ളത്. ഇറ്റ് മേക്ക് അപ്പ് ദ എൻസൈംസ് ദാറ്റ് power many chemical reactions and the hemoglobin that carries oxygen in our blood. So protein is made from 20 plus basic building blocks called amino acids. So protein is made from 20 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ ഈ 20+ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിലാണ് ബ്ലോക്സ് കൊണ്ടാണ് നമ്മളെ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Because we don't store amino acid, our bodies make them into 2 different ways, either from scratch or by modifying others. Next, how much protein do I need? നമുക്ക് എത്രമാത്രം പ്രോട്ടീൻ ഓരോ ബോഡിക്കും ആവശ്യമുണ്ട് എന്നുള്ളത്. The National Academy of Medicine recommends the adult get a minimum of 0.8 grams of protein for every kilogram of body weight per day. നമ്മളെ ഓരോ കിലോഗ്രാം ബോഡി വെയ്റ്റിനനുസരിച്ച് 0.8 gram of protein we need, or just over 7 grams for every 20 pounds of body weight, അല്ലെങ്കിൽ just 7 grams for every 20 pounds of body weight. നമ്മൾ പിന്നെ കിലോഗ്രാമിലാണ് വെയിറ്റ് പറയുക. അപ്പൊ അത് ഒരു കിലോ എന്നുള്ളതിന് 0.8 gram of പ്രോട്ടീൻ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. The National Academy of Medicine also sets a wide range of acceptable protein intake, anywhere from 10% to 35% of calories each day. So protein also is essential, like carbohydrate. Next is fat. Fats are also called fatty acid or lipids. Fats in our body are made up of 3 molecules joined together. This 3 molecule structure is called triglyceride. So
fat or fatty acid or lipids. This also is essential for energize us, our body. And most of fat we need is made by our bodies, but there are some fats our bodies cannot make. We can only get these fats by eating them. So നമ്മൾ ചില രൂപത്തിലുള്ള certain kind of fat is made by our body itself. നമ്മുടെ ശരീരം തന്നെ certain type of fats നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ചില ടൈപ്പ് ഓഫ് ഫാറ്റ്സ് ബോഡിക്ക് നിർമ്മിക്കാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഈ മീറ്റ് അതിലൂടെയൊക്കെയാണ് നമ്മളെ ശരീരത്തിന് കിട്ടുക. And these fats are called essential fats because it is essential that we get them from food. അപ്പോൾ നമ്മുടെ ഫുഡിലൂടെ കിട്ടുന്ന ഫാറ്റ് it is essential for our body. And essential fats include omega-3 fats found in foods such as fish and flaxseed. അപ്പോൾ ഈ omega-3 നമ്മളെ ശരീരത്തിന് ആവശ്യമായ എസെൻഷ്യൽ ഫാറ്റ് ആണ്. അത് നമ്മൾ ഫിഷ് ഒക്കെ കഴിക്കുന്നതിലൂടെ ഫ്ലാക്സീഡ് ഒക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അതേപോലെ omega-6 അത് നട്ട്സിലും അതേപോലെ സീഡ്സ് കോൺ ഓയിലൊക്കെ കാണപ്പെടുന്നതാണ് omega-6. And omega-6 ഉം 3 ഒക്കെ നമുക്ക് ആവശ്യമായ ഫാറ്റ് ആണ്. There are 3 main types of fat in food you eat. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്നാണ് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രം പ്ലാന്റ് ഫുഡ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഫ്രം ആനിമൽ ഫുഡ്സ് ആൻഡ് ട്രാൻസ് ഫാറ്റ്സ് ഫ്രം കൊമേഴ്സ്യലി പ്രിപ്പയർഡ് പ്രോസസ്ഡ് ഫുഡ്സ്. അപ്പം അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, അത് പ്ലാന്റ് ഫുഡിൽ നിന്ന് കിട്ടുന്ന. അതേപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഫ്രം ആനിമൽ ഫുഡ് ഉണ്ട്. ട്രാൻസ് ഫാറ്റ്സ് ഫ്രം കൊമേഴ്സ്യലി പ്രിപ്പയർഡ് പ്രോസസ്ഡ് ഫുഡ്. കൊമേഴ്സ്യലി പ്രിപ്പയർഡ് പ്രോസസ്ഡ് ഫുഡിൽ ഉൾപ്പെടുന്ന ട്രാൻസ് ഫാറ്റുകളും ഉണ്ട്. അപ്പം നമുക്ക് അത് ഓരോന്നും ഏതൊക്കെയാ നോക്കാം. ടൈപ്സ് ഓഫ് ഫാറ്റ്സ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. Unsaturated fats, which are liquid at room temperature, are considered beneficial fats because they can improve blood cholesterol levels, ease inflammation, stabilize heart rhythms, and play a number of other beneficial roles. So unsaturated formula, unsaturated fats നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ഇതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ നിലനിർത്താനും അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഹാർട്ടിന്റെ റിതം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആവശ്യമാണ്. And unsaturated fats are predominantly found in foods from plants such as vegetables, oils, nuts and seeds. So ഈ unsaturated fats നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഏതെന്നാണ് ചെടികളിൽ നിന്ന്, അതായത് വെജിറ്റബിൾസ്, ഓയിൽസ്, നട്ട്സ്, സീഡ്സ് അതേപോലെയുള്ള സസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ unsaturated fats ലഭിക്കുന്നത്. And there are 2 types of good unsaturated fats. Monosaturated fats are found in high concentration in there are 2 types of good unsaturated fats. 2 രീതിയിലുള്ള unsaturated fats ഉണ്ട്, നല്ല unsaturated fats. ഈ unsaturated fats കാണപ്പെടുന്നത് monounsaturated fats are found in ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒലിവ്, പീനട്ട്, കനോല ഓയിൽസ്, അവക്കാഡോസ്, nuts such as almonds, hazelnuts and pecans, seeds such as pumpkin and sesame seeds. അപ്പം അധികം സീഡുകളിൽ പംകിൻ സീഡുകൾ, അവക്കാഡോ, പീനട്ട്, കാനോയിൽസ്, നട്ട്സ്, ആൽമണ്ട് അതിലൊക്കെയാണ് ഈ ഒരു മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ഹൈ കോൺസെൻട്രേഷൻ. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കാണുന്നത് സൺഫ്ലവർ, കോൺ, സോയാബീൻ, ഫ്ലാക്സീഡ്, വാൾനട്ട് അതേപോലെ തന്നെ ഫിഷ് ഇതിലൊക്കെയാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായി കാണുന്നത്. കാനോയിൽസ് through higher in monosaturated fats, it is also good source of polysaturated fats. അപ്പം ഈ ഫുഡ് ഐറ്റംസിലൊക്കെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കാണുമെന്നാണ് പറയുന്നത്.
So omega-3 fats are an important type of polyunsaturated fat. The body cannot make these, so they must come from food. So body സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫാറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. omega-3, 6 പോലെയുള്ള ഫാറ്റുകളൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് കിട്ടുന്നത്. ഇതുപോലെയുള്ള സീഡ്സ്, ഫിഷ്, അപ്പൊ അത് നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഫിഷ് കഴിക്കണം എന്ന് എല്ലാവരോടും പറയും. പ്രത്യേകിച്ച് ചെറിയ ടൈപ്പ് ഓഫ് ഫിഷ്, അതിനൊക്കെ നമുക്ക് omega-3 ഒക്കെ നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് കിട്ടും. അപ്പൊ ആ ഒരു ഫാറ്റ് കിട്ടുന്നില്ലെങ്കിൽ, ആ ഒരു മാക്രോ ന്യൂട്രിയൻ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകള്, അസുഖങ്ങള് നമ്മുടെ ബോഡിയിൽ വരും. An excellent way to get omega-3 fat is eating fish 2-3 times a week. 2-3 പ്രാവശ്യം ഒരു വീക്കിൽ കഴിക്കാം. അത്ര മതി. എല്ലാ ദിവസവും എല്ലാ നേരവും ഫിഷ് വേണമെന്നില്ല. 2-3 times a week. And good plant sources of omega-3 fats include flax. നമ്മളൊരു ഫ്ലാക്സ് സീഡ് ഇല്ല ഇപ്പൊ, അത് ചെറിയ ഒരു ബ്രൗൺ കളർ സീഡ്, അതിലുണ്ട്. വാൾനട്ടിലുണ്ട്, കനോല ഓർ സോയാബീൻ ഓയിലൊക്കെ ഉണ്ട്. High blood omega-3 fats are associated with a lower risk of premature death among older adults, according to a study of HSPH faculty. അതായത് നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു എന്താണ് അകാലത്തിലുള്ള മരണം, പ്രീമച്വർ ഡെത്ത്, അതാണല്ലോ ഇപ്പൊ നമ്മൾ പെട്ടെന്നുള്ള മരണം, അങ്ങനെയുള്ള പെട്ടെന്നുള്ള അസുഖങ്ങള്, പെട്ടെന്ന് നമ്മളെ ഹാർട്ട് ഡിസീസ്, അതിനെയൊക്കെ തടുക്കാൻ ഈ omega-3 ഫാറ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രാധാന്യം പറ്റിയിട്ടാണ് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഈറ്റ് ഇനഫ് ഹെൽത്ത്ഫുൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. The American Heart Association suggests 8 to 10% of daily calories should come from polyunsaturated fat. അതാണ് പറയുന്നത് ഈ പ്രിമച്വർ ഡെത്ത്. പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ന്യൂസ് നമ്മൾ കേൾക്കുന്നില്ല, പെട്ടെന്നുള്ള മരണങ്ങളും ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഡെയിലി നമ്മൾ 8 to 10% കലോറീസ് പോളിയൻസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് കിട്ടിയിരിക്കണം എന്നാണ്. Next, finding foods with healthy fat is a handy visual guide to help you to determine which fats are beneficial and which are harmful. അപ്പൊ നമ്മള് ഗുഡ് ഫാറ്റ്സ് ഏതൊക്കെയാണ്, ഹെൽത്തി ഫാറ്റ്സ് ഏതൊക്കെയാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ഫാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകാൻ പറ്റും നമ്മളെ ഫാറ്റിന്റെ അളവ്. നെക്സ്റ്റ്, ഇതുവരെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞത്. സീഡ്സ്, അതേപോലെ സോയാബീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. Saturated fats, all food containing fat have a mix of specific types of fats. Even healthy foods like chicken and nuts have small amount of saturated fats, though much less than the amount found in beef, cheese and ice cream. അപ്പോൾ എല്ലാ ഫുഡിലും മിക്സ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ടാവും. അത് ചിക്കനിലും നട്ട്സിലും ഒക്കെ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ബീഫ്, ചീസ്, ഐസ്ക്രീം അതിലും ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് is mainly found in animal food, but a few plant food are also high in saturated fats such as coconut oil, palm oil and palm kernel oil. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ മീറ്റിലാണ്, ആനിമൽ ഫുഡിലാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കാണുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കാണുന്നത് എവിടെയായിരുന്നു? സീഡ്, സോയാബീൻ, അതേപോലെയുള്ള കാര്യങ്ങളിലായിരുന്നു. നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കാണുന്നത് ആനിമൽ ഫുഡിലാണ്. അതേപോലെ തന്നെ ചില പ്ലാന്റ് ഫുഡിലും കാണുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കോക്കനറ്റ് ഓയിലും പാം ഓയിലും ഒക്കെ. അതിലും സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് കാണുന്നത്. And dietary guidelines for American recommends getting less than 10% of calories each day from saturated fat. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് നമുക്ക് കുറവാണ് വേണ്ടത്, ലെസ് ദാൻ 10 ആണ്. മറ്റേതാണ് 10 വരെയൊക്കെ വേണ്ടത്. 10 കൂടുതലൊക്കെ വരുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. പക്ഷെ ലെസ് ദാൻ 10 നമുക്ക് ആവശ്യമാണ്. And American Health Association goes even further, recommending limit saturated fat to 1
ഫാറ്റ് ടു നോ മോർ ദാൻ 7% ഓഫ് കലോറീസ്. ചില ഗവേഷണങ്ങൾ 77 കലോറീസിൽ കൂടുതൽ വേണ്ട എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. സോ സാച്ചുറേറ്റഡ് ഫാറ്റും നമുക്ക് ആവശ്യമാണ് ഇൻ എ ലിമിറ്റഡ് എമൗണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് അല്ല പ്രോട്ടീൻ, ഫാറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കാർബോഹൈഡ്രേറ്റ്. What is most important is the type of carbohydrate you choose to eat because some sources are healthier than others. The amount of carbohydrate in the diet, high or low, is less important than the type of carbohydrate in the diet. For example, healthy whole grains such as whole wheat, bread, rye, barley and quinoa are better choices than highly refined white bread or French fries. സോ നമ്മളെ കാർബോഹൈഡ്രേറ്റ് നമ്മളെ ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് നമുക്ക് കിട്ടുന്ന വീറ്റ് ബ്രെഡ്, അതിലൊക്കെ ബാർലിയിലൊക്കെയാണ് ബെറ്റർ കലോറികൾ കൂടുതലായിട്ടുള്ളത്. ബെറ്റർ ചോയ്സ് നമ്മളെ ഈ വൈറ്റ് ബ്രെഡിനേക്കാളും ഫ്രഞ്ച് ഫ്രൈസിനേക്കാളൊക്കെ നല്ലത് ഈ വീറ്റ്, അതേപോലെ തന്നെ ഹെൽത്തി ഹോൾ ഗ്രെയിൻസ് ഒക്കെയാണ്. What are carbohydrates? അപ്പോൾ carbohydrates എന്താന്ന് നോക്കാം. Carbohydrates are found in a wide array of both healthy and unhealthy foods. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഹെൽത്തി ആയതോ അൺഹെൽത്തി ആയ ഫുഡിലും ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഫുഡ് ഗ്രെയിൻസിനുണ്ട്, നമ്മളെ ഹോൾ വീറ്റിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ വൈറ്റ് ബ്രെഡ്, പിന്നെ നമ്മളെ പൊട്ടറ്റോ ചിപ്സ്, അതിലൊക്കെ കാണുന്നുണ്ട്. അത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഭയങ്കര അൺസാച്ചുറേറ്റഡ് ഓയിലൊക്കെ പൊരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചൂടാക്കി എണ്ണ തന്നെ കൂടുതലായിട്ട് ചൂടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് വരുന്നു. So carbohydrates are found in a wide array of both healthy and unhealthy foods. Bread, beans, milk, popcorn, potatoes, cookies, spaghetti, soft drinks, corns and cherry pea. They are also come in a variety of forms. പല ഫുഡ് ഐറ്റംസിലും പല ഫോംസിലും നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റുകൾ വരുന്നുണ്ട്. The most common and abundant form are sugars, fibers and starches. Carbohydrates or carbs are sugar molecules along with proteins and fats. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ കൂടുതൽ ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാവും, അതിന്റെ കൂടെ പ്രോട്ടീൻസും ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സ് ആർ വൺ ഓഫ് ദ 3 മെയിൻ ന്യൂട്രിയൻസ് ഫൗണ്ട് ഇൻ ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പോൾ ഈ മൂന്ന് ഫുഡ് ന്യൂട്രിയൻസിൽ 3 മെയിൻ ന്യൂട്രിയൻസിൽ ഒന്ന് ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. And our body breaks down carbohydrates into glucose. Glucose or blood sugar is the main source of energy for your body cells. അപ്പോൾ നമ്മളെ ബോഡി കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഈ ഗ്ലൂക്കോസ് നമുക്ക് നമ്മളെ ബോഡി എനർജൈസ് ചെയ്യാൻ, എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഹൈ ലെവലിൽ അടങ്ങിയ ഫുഡുകൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. Whole grains, vegetables, fruits and beans promote good health by delivering vitamins, minerals, fiber and most of the important phytonutrients. So നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ്. നെക്സ്റ്റ് വരുന്നതാണ് വൈറ്റമിൻസ്. Vitamins are organic substances present in minute amount in natural foodstuffs. Having too little of any particular vitamin may increase the risk of developing certain health issues. അപ്പോൾ വൈറ്റമിൻ്റെ അഭാവം മൂലം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമാവും. And vitamin is an organic compound, which means that it contains carbons. വൈറ്റമിൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അങ്ങനെ പറയാൻ കാരണം അതിൽ കാർബൺ കണ്ടന്റ് ഉണ്ട്. കാർബൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
And it is vitamin is an essential nutrient that body may need to get from food. നമ്മളെ ഫുഡിൽ നിന്നാണ് ഈ കാർബോഹൈഡ്രേറ്റുകൾ മീൻസ് വൈറ്റമിൻസ് നമ്മളെ ബോഡിക്ക് കിട്ടുക. And there are currently 13 recognized vitamins. അംഗീകരിക്കപ്പെട്ട 13 തരത്തോളം വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. And soluble and water soluble vitamins. Fat soluble and water soluble vitamins. ഫാറ്റിൽ ലയിക്കുന്നതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് ആർ either soluble or dissolvable in fat or water. അപ്പൊ ഏതൊക്കെയാന്നുള്ളത് ഫാറ്റ് സോല്യൂബിൾ ആണ്. Vitamins A, D, E, K are fat solubles. A, D, E, K. Vitamins A, D, E, K are fat solubles. The body stores trusted surface fat soluble vitamins in fatty tissues and the liver, and reserve these vitamins can stay in body for days and sometimes months. So ഫാറ്റിൽ ലയിക്കുന്നതാണ് എ ഡി ഇ കെ. നമ്മളെ ഈ ബോഡി നമ്മളെ എന്താണ് ഫാറ്റി ടിഷ്യൂല് അതേപോലെ ലിവറിൽ അതൊക്കെ റിസർവ് ചെയ്യുന്നു. അത് ദിവസങ്ങളോളം മാസങ്ങളോളം അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വാട്ടർ സോള്യബിൾ വൈറ്റമിൻസ്. Water soluble vitamins do not stay trusted source in body for long and cannot be stored. അപ്പോൾ വാട്ടർ സോള്യബിൾ ഈ ഫാറ്റ് സോള്യബിൾ പോലെ അത് അബ്സോർബ് ചെയ്ത് നമ്മളെ ഓർഗൻസിൽ ഒരുപാട് കാലമൊന്നും സ്റ്റോർ ചെയ്ത് നിർത്തൂല. They have the body via the urine, and because of this people need a more regular supply of water soluble vitamins than fat soluble ones. അപ്പൊ നമുക്ക് വാട്ടർ സോള്യബിൾ വൈറ്റമിൻസ് ആണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്, കാരണം ബോഡിയിൽ കുറെ കാലം നിൽക്കുന്നില്ല. വിറ്റമിൻ സി ആൻഡ് ബി വൈറ്റമിൻസ് ആർ വാട്ടർ സോള്യബിൾ. സോ ബി സി ആണ് നമ്മളത് പണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നു WBC നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. അപ്പൊ വാട്ടർ സോള്യബിള് BC, വാട്ടർ W ആണ്, അതിൽ സോള്യബിൾ ആയത് BC ആണ്. WBC എന്ന് ഓർമ്മിച്ചാല് വാട്ടർ സോള്യബിൾ വൈറ്റമിൻസ് WBC ആണെന്ന് അറിയാം. മറ്റത് ADEK ഫാറ്റ് സോള്യബിൾ ആണ്. So water soluble trusted source. For more in-depth resources about vitamins, mineral supplements with ആൻഡ് ഇതിലാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് വാട്ടർ സോള്യബിളും ഉണ്ട്, ഫാറ്റ് സോള്യബിളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഈ വൈറ്റമിൻസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് ഈ വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വിറ്റമിൻ ഡി നമുക്ക് എന്താണ് വെയിൽ കഴിയുന്നതിലൂടെയൊക്കെ കിട്ടുന്നു. ബാക്കിയൊക്കെ നമ്മൾ ഫുഡിലൂടെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് മിനറൽസ് ആൻഡ് വാട്ടർ. Drinking enough water every day is important for good health. അപ്പോൾ നമ്മുടെ ആരോഗ്യം, ശരിയായ ആരോഗ്യം നിലനിർത്താന് ആവശ്യത്തില് വെള്ളം നമുക്ക് ഉള്ളിലേക്ക് എത്തേണ്ടതുണ്ട്. വാട്ടർ ദാറ്റ് എയ്ഡ്സ് ഇൻ റേഞ്ച് ഓഫ് ബോഡി ഫങ്ഷൻ. Water that aids in a range of body functions is the main constituent of body fluids and is potent source of essential minerals and trace elements. അപ്പോൾ ഒരുപാട് മിനറൽസ് നമ്മളെ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഈ മിനറൽസ് വാട്ടറൊക്കെ ആവശ്യമാണ്. Minerals from water can be easily absorbed and put into effective use subsequently. So നമ്മളെ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ക്യാൻ ഈസിലി അബ്സോർബ്, നമ്മുടെ ശരീരത്തിന് ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വെള്ളം ആവശ്യത്തിന് കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ചൂട് കാലത്ത് നമുക്ക് ദാഹിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് ബോഡിക്ക് ആവശ്യമാണ് വെള്ളം, അത് കുടിച്ചുകൊണ്ടേയിരിക്കുക. ബെനിഫിറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ദ ബെനിഫിറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്രൊഫൗണ്ട്, ഫ്രം quenching thirst to performing a range of body functions. നമുക്ക് ദാഹം ശമിപ്പിക്കാൻ മാത്രമല്ല, നമ്മളെ ബോഡി ഫങ്ഷനിങ്ങിനൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പം വെള്ളം കുടിച്ചാലുള്ള ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഹെൽപ്സ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മളിങ്ങനെ കാണുന്നില്ലേ ന്യൂസുകളിലൊക്കെ, ബോഡി ഇപ്പോഴുള്ള ചൂട് ഭയങ്കരമായിട്ട് എന്നൊക്കെ നമ്മൾ ബോഡി ടെമ്പറേച്ചർ നിലനിർത്താന് അത് റെഗുലേറ്റ് ചെയ്യാന് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പൊ നമുക്ക് ദാഹിക്കാൻ കാത്തു നിൽക്കാതെ വെള്ളം കുടിച്ചോണ്ടിരിക്കണം എന്നൊക്കെ പരസ്യങ്ങളിലൊക്കെ ഇപ്പൊ കാണുന്ന നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ചൂട് കൂടിയ അവസ്ഥയിൽ. സോ അങ്ങനെ പറയാൻ കാരണം ഈ വെള്ളം നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു.
Drinking water is important to regulate body temperature. പ്രത്യേകിച്ചും ഹോട്ട് മന്ത്സിൽ വാട്ടർ is stored in the middle layers of the skin which comes out as sweat. അപ്പോൾ നമ്മൾ മിഡിൽ ലെയേഴ്സ് ഓഫ് സ്കിന്നിലാണ് വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് പിന്നീട് വേർപ്പിന്റെ രൂപത്തിലേക്ക് നമുക്ക് പുറത്തേക്ക് വരുന്നു. ആ ഒരു സ്വെറ്റ് ദിസ് ഹാൽപ്സ് ടു ബോഡി ടെമ്പറേച്ചർ ടു കൂൾ ഡൗൺ. അതുകൊണ്ട് നമ്മളെ ബോഡി ടെമ്പറേച്ചർ കൂൾ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ നമ്മളെ സ്കിൻ ഡ്രൈ ആവും, നമുക്ക് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. And in the other hand, in winters, body water plays the role of a thermoregulator. It keeps the body warm by helping deposit heat. അപ്പം ചൂടില്ലാത്ത കാലത്താണെങ്കിലും വെള്ളം നമ്മൾ ആവശ്യത്തിന് കുടിക്കേണ്ടതുണ്ട്. ആ സമയത്ത് വാട്ടർ ഒരു തെർമോ റെഗുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. സോ ഹെൽപ്സ് ഇൻ ബോഡി വെയിറ്റ്. അപ്പൊ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, നെക്സ്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, ആൻഡ് ഹെൽപ്സ് ഇൻ ബോഡി വെയിറ്റ്. ഡ്രിങ്കിങ് വാട്ടർ ബിക്കം മീൽസ് വർക്ക്സ് ആസ് എ പൊട്ടന്റ് വേ ടു ലൂസ് വെയിറ്റ്. വാട്ടർ ഗിവ്സ് ആൻ ഇൻസ്റ്റന്റ് ഫീലിംഗ് ഓഫ് ഫുൾനെസ്, ഹെൽപ്പിംഗ് റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് ഫുഡ്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പൊ നമുക്ക് വിശപ്പല്ല ഉള്ളത്. ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മള് സ്റ്റൊമക്ക് ഫുൾ ആയതുപോലെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് അധികം ഫുഡ് വേണ്ട. അങ്ങനെ അധികം ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളെ വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കും. Lubricates and cushions the body joints. Water is important to keep the joints hydrated. The synovial fluid, which is responsible for lubricating the joints, primarily consists of water. അപ്പോൾ നമ്മളെ ബോഡി ജോയിന്റ്സിനൊക്കെ ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ഈ വാട്ടർ, നമ്മൾ കുടിക്കുന്ന വാട്ടർ പ്രവർത്തിക്കുന്നു. ഫ്ലഷ് ഔട്ട് ബാക്ടീരിയൽ ആൻഡ് ഇൻഫെക്ഷൻസ്. ബാക്ടീരിയൽ അതേപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. Water helps dilute urine. As frequency of urine increases, which increased water intake, the bacteria and infections in the urinary tract are flushed out. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂറിൻ പുറത്തേക്ക് വിടുന്നു. അതിന്റെ ഭാഗമായിട്ട് യൂറിനറി ട്രാക്റ്റിലൂടെ ഈ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയസിനൊക്കെ നമുക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നു. എയ്ഡ്സ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പൊ നമ്മളെ ഫുഡിന്റെ ദഹനത്തിനും ഈ വെള്ളം സഹായിക്കുന്നുണ്ട്. Water present in saliva helps moisture the food and makes it easier for you to chew and swallow. മുമ്പ് വെള്ളമുള്ള സമയത്ത് നമുക്ക് ചവച്ചരിക്കാനും മുഴുങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. അത് ഡൈജഷനെ എളുപ്പമാക്കുന്നു. And water mixes with the digestive juices made from water to break down the food. This helps to quick absorption of nutrients. അപ്പോൾ ഡൈജഷൻ സഹായിക്കുന്നു. ക്വിക്ക് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനെയും ഈ വെള്ളം നമ്മളെ സഹായിക്കുന്നുണ്ട്. മെയിൻറ്റെയിൻസ് ഹെൽത്തി excretory system. Adequate water intake helps the body excrete waste efficiently through perspiration, urination and defecation. സോ നമ്മളെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കുന്നു. ഒരു ഹെൽത്തി എക്സ്ക്രീറ്ററി സിസ്റ്റം നമുക്ക് ഉണ്ടാവുന്നു. അതായത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. And this puts a lesser burden on the body organs. ബോഡി ഓർഗൻസിന് ബേർഡൻ കുറയ്ക്കുന്നു. മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇത്രയും ഗുണങ്ങൾ ഉണ്ട്. നമ്മളെ ബ്ലഡ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് മുതൽ നമ്മളെ ഡൈജഷനെയും അതേപോലെ തന്നെ നമ്മളെ പിന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. Adequate water intake increases the blood volume and വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ adequate blood volume increase ചെയ്യുന്നു. The heart thus requires lesser force to pump the blood. അതുകൊണ്ട് തന്നെ ഹാർട്ടിന് ഈ ബ്ലഡ് പമ്പ് ചെയ്യാൻ കുറഞ്ഞ പ്രഷർ മതിയാവും. അതുകൊണ്ട് നമ്മളെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം കൂടി നമ്മളെ സഹായിക്കുന്നു. And this lowers the heart rate and blood pressure, reduces risk of blood clots. Drinking enough water acts as a natural blood thinner. This reduces the risk of blood clots. നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആയി പിന്നെ ഈ സ്ട്രോക്ക് അതേപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് കുറയ്ക്കാൻ ഈ വെള്ളം കൂടി സഹായിക്കുന്നു. അത് വെള്ളം എന്നുള്ളത് നാച്ചുറൽ ബ്ലഡ് തിന്നർ ആണ്. നമ്മളെ ബ്ലഡിന്റെ കട്ടി കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് റെഡ്യൂസ് ചെയ്യുന്നു. ബൂസ്റ്റസ് ഹെൽത്തി സ്കിൻ.
സൗന്ദര്യം നിലനിർത്താൻ വെള്ളക്കുടി ആവശ്യമാണ്. ഡീഹൈഡ്രേഷൻ ആൻഡ് എക്സസീവ് ഓയിൽ പ്രൊഡക്ഷൻ ടേക്ക് ടോൾ ഓൺ യുവർ സ്കിൻ. അതങ്ങനെ ഡീഹൈഡ്രേഷനും എക്സസീവ് ഓയിൽ പ്രൊഡക്ഷനും ഒക്കെ നമ്മളെ സ്കിന്നിന്റെ ആ ഒരു ക്വാളിറ്റി കുറയ്ക്കും. Adequate water intake keeps the skin supple and elastic when delayed effects of aging. അപ്പം നമ്മളെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ സ്കിന്നിന്റെ ഇലാസ്റ്റികത നിലനിർത്തുന്നു. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഏജ് ആവുന്നത്, ആ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കുന്നു. സോ ഇത്രയാണ് നമ്മളെ യൂണിറ്റ് 3 വരുന്നത്. യൂണിറ്റ് 3 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു. ഇത് നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പൊ നമ്മള് പകർച്ചവ്യാധികള് അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് യൂണിറ്റ് 3 തുടങ്ങിയത്, ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിൽ വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. കോവിഡ്, മലേറിയ, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, കോളറ, ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. വാട്ട് ആർ ദ മീനിങ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോളോയിങ് ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഡിസോർഡർ. ഈ ഡിസോർഡറുകൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഒബിസിറ്റി, അൾസറിനെ അൾസർ, അങ്ങനെയുള്ള ഒരു നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. Write a brief note on the food nutrients and explain the food pyramid. നമ്മളിപ്പോ പഠിച്ച ഫുഡ് പിരമിഡ്, അതേപോലെ ഫുഡ് ന്യൂട്രിയൻസ്, എക്സ്പ്ലെയിൻ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്താന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരുന്നത്. സോ യൂണിറ്റ് 3 ഇസ് ഓവർ. ആ യൂണിറ്റ് 3 ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടോ? നമുക്ക് പരിചിതമായ ടേംസ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് 1-2 വായനയില് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. യൂണിറ്റ് 4 പോകട്ടെ. ഞാന് അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഞാൻ സ്ക്രീന് കാണുന്നില്ല, നിങ്ങള് മെസ്സേജ് അയച്ചാൽ ചിലപ്പോ കാണൂല. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. യൂണിറ്റ് ഷാൽ ബി സ്റ്റാർട്ട് യൂണിറ്റ് 4. ഓക്കെ മാം. യൂണിറ്റ് 4 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫിസിക്കൽ എക്സസൈസ്. ഇതില് യൂണിറ്റ് 4 പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ എക്സസൈസ്, കുറച്ച് എക്സസൈസുകള്, എക്സസൈസ് എങ്ങനെ നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 4 വി ആർ ഗോയിങ് ടു മേക്ക് ഡിസ്കഷൻ. സോ മീനിങ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ? Physical education means providing education related to the body. അപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോർട്സും ഗെയിംസും ഒന്നുമല്ല. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു ദ ബോഡി, ശരീരമായിട്ട് റിലേറ്റ് ചെയ്ത വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So physical education means providing education related to body. This education is generally imparted through exercise, yoga, cleanliness, gymnastic, co-curricular activities. So education എങ്ങനെയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് സാധാരണ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത് പല സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിട്ട് എക്സാമുകൾ നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മളെ എഡ്യൂക്കേഷൻ, നോർമൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നത്. സോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത് എക്സസൈസിലൂടെയും യോഗയിലൂടെയും ക്ലെൻനെസ്സിലൂടെയും ജിംനാസ്റ്റിക്സ് അതേപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഓഫ് ദ ബോഡി ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നത്. സോ the physically healthy but also to make them mentally fit for any change. So this physical education makes the student physically healthy and mentally healthy and they will be fit for challenge. So mentally physically നമ്മളെ ഹെൽത്തി ആക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിലെ ചാലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മൾ റെഡി ആവുന്നു ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. സോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ അങ്ങനെ ആ ഒരു ഗെയിംസ് എന്നുള്ള രീതിയിൽ ഒതുക്കാതെ നമ്മളെ ശരീരത്തെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന രീതികൾ ഇത് പറഞ്ഞ പോലെ സ്പോർട്സുകളായിരിക്കാം, എക്സസൈസ് ആയിരിക്കാം, യോഗ ആയിരിക്കാം, ക്ലെൻനെസ് ആയിരിക്കാം,
നമ്മളെ മനസ്സിന്റെ ശരീരത്തിന്റെ ശുദ്ധി, അതേപോലെ തന്നെയുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസിലൂടെയൊക്കെ ആയിരിക്കും. ഈ ആക്ടിവിറ്റീസ് ഒക്കെ മെയിൻറ്റെയിൻ അവർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ബാലൻസ്. സോ ഡെഫിനിഷൻ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കുറച്ച് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Physical education is the collective effect of those experiences which a person acquires through physical activities. So physical activitiesiലൂടെ ഒരു വ്യക്തി സ്വായത്തമാക്കുന്ന എക്സ്പീരിയൻസിനെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ, അത് ഓടുക, ചാടുക, എയറോബിക്സ്, യോഗ, അതിലൂടെയൊക്കെ ഒരാൾ നേടുന്ന എക്സ്പീരിയൻസിനെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വൺ ഓഫ് ദ ഡെഫിനിഷൻസ്. ആൻഡ് അതർ ഡെഫിനിഷൻ, physical education is the physical activities which are selected in terms of their effect. സോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നൽകുന്ന എഫക്ട് തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നെക്സ്റ്റ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷന് എന്ത് എയിമാണ്, എന്ത് ഒബ്ജക്റ്റീവ് ആണെന്നുള്ളത്. എയിമും ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഗോൾ ആണ്, എയിം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ഗോൾ ആണ്. ഈ ഒബ്ജക്റ്റീവിലൂടെ വി ക്യാൻ റീച്ച് ടു ദ എയിം. സോ വാട്ട് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ? The main objective of this education is to make all-round development of the students. It means its main goal is to develop mental and intellectual development of the students. അപ്പോൾ ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികാസം, അതായത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെന്റൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. It means to prepare the students as a supporting element of society by which he can adjust with the society in future. So ഒരു വ്യക്തിയെ, ഒരു സ്റ്റുഡന്റിനെ സൊസൈറ്റിക്ക് ഉതകുന്ന, സൊസൈറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റും. അതായത് ഈ കുട്ടികളുടെ നെഗറ്റീവ് എനർജികൾ അതൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പറ്റിയൊരു ഉപാധിയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി എന്താവും, ഈസ് എ ബെനിഫിഷ്യൽ ഫോർ സൊസൈറ്റി. അതാണ് സപ്പോർട്ടിങ് എലിമെന്റ് ഓഫ് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Through this education, the art and quality of being healthy are explained to the students because a healthy mind is formed in a healthy body. ഈ ഒരു വിദ്യാഭ്യാസത്തിലൂടെ, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷനിലൂടെ, the art and quality of being healthy are explained to the students. നമ്മൾ ഹെൽത്തി ആയി നിൽക്കുന്നതിന്റെ എന്താണ് ഗുണങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഒരു ആരോഗ്യമുള്ള മനസ്സിലാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരും ഒരു ഹെൽത്തി എൻവയോൺമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. This education develops the emotional development of the students. It serves to bring control in their emotional aspects. So the education develops, this physical education develops the emotional development of the students. കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. This education is providing to develop the muscles of the students, which help of which he remains active continuously. So കുട്ടികളുടെ മസിൽസ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതിലൂടെ കുട്ടി എപ്പോഴും ആരോഗ്യവാനായിരിക്കുന്നു. സോ മെന്റൽ ഫിസിക്കൽ ഡെവലപ്മെന്റിന് ആവശ്യമായ കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നു. അതാണ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് health education. Next വരുന്നത് scope of physical education. Physical education, the scope. Physical education is defined as a subject that is not only contributed to the physical development but also it helps to gaining knowledge, skills, capacities, values and enthusiasms to maintain, carry out a healthy lifestyle. അപ്പം ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, gaining knowledge, skills and capacities, values and enthusiasm to maintain, carry out a healthy lifestyle. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അറിവ്, സ്കില്ല്, കപ്പാസിറ്റി, വാല്യൂസ് ഒക്കെ അക്വയർ ചെയ്യാൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സഹായിക്കും. Scope of physical education. It includes many subjects like science, biology, genetics, psychology and sociology. So scope of physical education എന്നുള്ളത്
അത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ, ഒരു ഹെൽത്ത് എന്നുള്ള രീതിയിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. അത് ഒരുപാട് സബ്ജക്റ്റുകളായിട്ട്, സയൻസുമായിട്ട്, ബയോളജിയായിട്ട്, ജെനറ്റിക്സുമായിട്ട്, സൈക്കോളജി, സോഷ്യോളജി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. It includes many subjects under the scope of physical education. Some of the subjects are stated below. So physical educationന്റെ സ്കോപ്പിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആസ് കൾച്ചറൽ ഹെറിറ്റേജ്. ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആസ് കൾച്ചറൽ ഹെറിറ്റേജ്. ആ രീതിയിൽ ഗെയിംസ് സ്പോർട്സ് നമ്മളെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് ഗെയിംസ് ആൻഡ് സ്പോർട്സിനെ കണക്കാക്കുന്നു. മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വരുന്ന മെക്കാനിക്കൽ ആസ്പെക്ട്സ്. ബയോളജിക്കൽ കണ്ടന്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഹൗ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇസ് ബയോളജി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ബയോളജി ആർ ഇന്റർ കണക്റ്റഡ്. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷനും ബയോളജിക്കൽ കണ്ടന്റും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വെൽനെസ് കണ്ടന്റ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഹെൽത്തും വെൽനെസ്സും ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വെൽനെസ് കണ്ടന്റ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, സൈക്കോ സോഷ്യൽ കണ്ടന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. സൈക്കോ സോഷ്യൽ കണ്ടന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതെങ്ങനെയാണ് നമ്മളെ സൈക്കോളജി, സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ കണ്ടന്റ് ഒക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തത്. നമുക്ക് നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ടാവും. അതുകൊണ്ട് അത് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെടുന്നു. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ്, ഗെയിംസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സോഷ്യൽ സർക്കിള് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു, ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവുന്നു. അതാണ് സോഷ്യൽ കണ്ടന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് കണ്ടന്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് കണ്ടന്റ്, ആ ഒരു ഏരിയയിലുള്ള താല്പര്യമുള്ള ആൾക്കാരുടെ ടാലന്റ് കണ്ടന്റ് ആൻഡ് ട്രെയിനിങ്. ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആസ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് തന്നെയാണ് ഈ പറയുന്നത്. സോ ഇത്രയും 6 പോയിന്റുകളാണ് എങ്ങനെയാണ് ഹൗ എഡ്യൂക്കേഷൻ ഇസ് കണക്റ്റഡ് വിത്ത് അതർ സബ്ജക്ട്സ് എന്നതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. എന്താണ് ഇതിന്റെ പ്രാധാന്യം ഈ ഒരു ആധുനിക കാലത്ത്? Physical education includes, but no, it is not limited to physical activities. It is education for the mind, body and soul alike. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മാത്രം ഒതുക്കി നിൽക്കാൻ പറ്റില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദ എഡ്യൂക്കേഷൻ ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ഒക്കെ എഡ്യൂക്കേഷൻ ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മളെ ഒരു കമ്പൽസറി സ്കൂൾ സബ്ജക്ട് പോലെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാണുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത്രയും കമ്പൽസറി ആയിട്ട്, ലൈക്ക് മാത്സ്, സയൻസ് പോലെ നമ്മൾ കമ്പൽസറി ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ കാരണം എന്നുള്ളത്. ലെറ്റ് us എക്സ്പ്ലോർ എ ഫ്യൂ റീസൺ വൈ ഇറ്റ് ഈസ് സോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടും ഇതിനെ കാണുന്നത് എന്നുള്ളത്. ദിസ് മോട്ടോർ ഡെവലപ്മെന്റുമായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇന്റർ കണക്റ്റഡ് ആണ്. ദ ന്യൂറൽ കണക്ഷൻ ബിറ്റ്വീൻ അവർ നെർവ് ഫൈബേഴ്സ് ആൻഡ് സെൻട്രൽ നെർവ് സിസ്റ്റം പ്രൈമർലി ലീഡ്സ് ടു മോട്ടോർ മൂവ്മെന്റ്. സോ നമ്മളെ മോട്ടോർ ഡെവലപ്മെന്റിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് സഹായിക്കുന്നു. മോട്ടോർ മൂവ്മെന്റ് ഹെൽപ്സ് എ പേഴ്സൺ മൂവ് ആൻഡ് പെർഫോം അതർ ടാസ്ക്. അപ്പൊ മോട്ടോർ മൂവ്മെന്റ് ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതർ ടാസ്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ മോട്ടോർ ഡെവലപ്മെന്റുമായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണക്റ്റഡ് ആണ്. നെക്സ്റ്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്. നമ്മളെ ലൈഫിൽ നമുക്ക് ദേഷ്യം, സന്തോഷം, സാഡ്നെസ്, എക്സൈറ്റ്മെന്റ്, ലവ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ മാനേജ് ചെയ്യാൻ, ഓവർ എക്സൈറ്റഡ്, ഓവർ ആങ്സൈറ്റി, ഓവർ സാഡ്നെസ് ഒക്കെ ആയാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ യു ക്യാൻ ലേൺ ടു മാനേജ് ഇമോഷൻസ് ബൈ ടേക്കിംഗ് പാർട്ട് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ കൺട്രോൾ അവർ ഹാപ്പിനെസ്, അവർ ആങ്കർ, സാഡ്നെസ്, എക്സൈറ്റ്മെന്റ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സഹായിക്കും എന്ന് പറയുന്നു. കാരണം ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ അവർ പ്രാധാന്യം കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മീൻസ്, അതായത് ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യൂല, നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യും. ആ രീതിയിലേക്ക് മാറ്റാൻ സഹായിക്കും.
And sports, അതിനുള്ള കാരണം sports impart several important values like dedication, discipline, anchor, management, healthy competition, as well as learning to push yourself, which can greatly improve the way you live your life. അപ്പം നമ്മൾ മുന്നോട്ടേക്ക് നയിക്കാനും നമുക്ക് ഡിസിപ്ലിനും ഡെഡിക്കേഷനും ഒക്കെ എന്ത് സഹായിക്കുന്നു? ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, മെന്റൽ ഡെവലപ്മെന്റ്. മെന്റൽ ഹെൽത്ത് ഇസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെന്റൽ ഹെൽത്ത്, ഇഫ് നോട്ട് മോർ. Poor mental health can be responsible for a wide variety of illness like hypertension, eating disorder. അപ്പോൾ മെന്റൽ ഹെൽത്ത് നമ്മൾ പൂർ ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. പോസ്റ്റർ ഡിഫോമിറ്റീസ്, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെ സഹായിക്കുന്നു. മെന്റൽ ഹെൽത്ത് exercising also releases hormones known as endorphins, which are natural painkillers and mood lifters. അപ്പൊ നമ്മളിൽ ഒരു പ്രത്യേക തരം ഹോർമോൺ തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഫിസിക്കൽ എക്സസൈസ്. അത് നമുക്കൊരു പെയിൻ കില്ലർ ആയിട്ട്, ഒരു മൂഡ് ലിഫ്റ്റേഴ്സ് ആയിട്ട്, നമ്മളെ ഒരു മൂഡൊന്ന് റെഡിയാക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് ഈ ഹോർമോൺ പ്രവർത്തിക്കുന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. അങ്ങനെയല്ലേ, നമ്മളൊരു സ്പോർട്സിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര എനർജിയിലായിരിക്കും. അവരെ പഠിക്കാനോ അല്ല വേറെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ അവർക്ക് താല്പര്യമേ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു ഗെയിമിൽ, ഏതെങ്കിലും എക്സസൈസിൽ അവരെ വിടുന്ന സമയത്ത് അവരത് ഒരു മെന്റൽ ഡെവലപ്മെന്റിനായി സഹായിക്കുന്നു. നെക്സ്റ്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. Sense of belonging and helps us find out identity in the world. സ്പോർട്സിലൂടെ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, അല്ലെ, നമ്മളെ ടീം, മെസ്സി അല്ലെങ്കിൽ നമ്മളെ എന്താണ് രാജ്യം, അങ്ങനെ ഉള്ള ഒരു സെൻസ് ഓഫ് ഫീലിങ്ങും ഐഡന്റിറ്റിയും ഒക്കെ നമുക്ക് ഈ ഒരു സ്പോർട്സിലൂടെ, ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. They are especially beneficial for those who want to learn valuable life lessons such as cooperation, teamwork, empathy for others. അപ്പൊ നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള ഈ കോപ്പറേഷൻ, ടീം വർക്ക്, ബാക്കിയുള്ളവരുടെ എമ്പതറ്റിക് മനോഭാവം, അതൊക്കെ നമുക്ക് ആവശ്യമായ സോഷ്യൽ സ്കില്ലുകളാണ്. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റിനും എന്ത് സഹായിക്കുന്നു? ഫിസിക്കൽ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, മോറൽ ഡെവലപ്മെന്റ്. ഹാവിംഗ് ഗുഡ് മോറൽ വാല്യൂസ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ ആസ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഒരു മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് വളരാൻ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, മാനസികമായ മൂല്യങ്ങൾ. ബീങ് അവെയർ ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഇസ് എസെൻഷ്യൽ. എന്താണ് ശരി, എന്ത് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ മോറൽ ഡെവലപ്മെന്റ് ആവശ്യമാണ്. അപ്പൊ ഈ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിസ്ഡം, ആ ഒരു ബുദ്ധി, റൈറ്റ് ഓർ റോങ് ചോയ്സസ് സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പൊ മോറൽ ഡെവലപ്മെന്റിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. One is motor development, social development, mental development, emotional development, motor development. സോ ഈ ഒരു ഏരിയയിലൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് വെറും ഒരു പിന്നെ എന്താണ് എക്സസൈസ്, ഓട്ടോ ചാട്ടോ അല്ലാതെ നമ്മളെ സ്കൂളുകളിൽ ഒരു പാഠ്യ വിഷയമായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ കാരണം ഇതാണ്. ആൻഡ് വാട്ട് ഈസ് ഫിസിക്കൽ ഫിറ്റ്നസ്? എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? മീനിങ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. Physical fitness is a state of health and well-being, and more specifically, the ability to perform aspects of sports, occupations, and daily activities. So, physical fitness എന്നോട് ഉദ്ദേശിക്കുന്നത് is a state of health and well-being. ഒരു state of health and well-being ആണ്. And more specifically, the ability to perform aspects of sports, occupations, and daily activities. ആ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിൽ നമുക്ക് നമ്മളുടെ സ്പോർട്സ്, അതേപോലെ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ്, ഓക്കുപേഷൻസ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് ജനറലി അച്ചീവ്ഡ് ത്രൂ പ്രോപ്പർ ന്യൂട്രീഷൻ, മോഡറേറ്റ് വിഗറസ് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് സഫിഷ്യന്റ് റെസ്റ്റ് അലോങ് വിത്ത് ഫോർമൽ റിക്കവറി പ്ലാൻ. സോ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ന്യൂട്രീഷൻസ്, അതേപോലെ തന്നെ നല്ല ഫുഡ്, അതേപോലെ നല്ല എക്സസൈസ്, നല്ല രീതിയിലുള്ള ഉറക്കം, റെസ്റ്റ്, അതേപോലെ തന്നെ ഫോമർ റിക്കവറി പ്ലാൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യാനുള്ള പ്ലാന്. അതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്താൻ സഹായിക്കാം. സോ ഫിസിക്കൽ ഫിറ്റ്നസ്
is a state of health and well-being, and more specifically, the ability to perform aspects of sports, occupation, and daily activities. And definition of physical fitness. Physical fitness in the definition. Physical activity is defined as any bodily movement produced by skeletal muscles that results in energy expenditure. So physical fitness or physical activity is defined as any bodily movement. ശരീരത്തിൽ ഏതെങ്കിലും ഏത് ബോഡി മൂവ്മെന്റിനെയും produced by skeletal muscles. Skeletal muscles produce ചെയ്യുന്ന ഏത് ബോഡി മൂവ്മെന്റും that results in energy expenditure. നമ്മളെ എനർജി എക്സ്പെൻഡിച്ചറിനെ സഹായിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ അളക്കുന്നത് കിലോ കലോറീസ് ആണ്. ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു occupational, sports, conditioning, household or other activities. നമ്മളെ ഡെയിലി ലൈഫിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് ഇൻടു ഒക്കുപേഷണൽ, സ്പോർട്സ്, കണ്ടീഷനിങ്, ഹൗസ് ഹോൾഡ് ഓർ അതർ ആക്ടിവിറ്റീസ്. പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ഉൾപ്പെടും. അതിൽ ഒക്കുപേഷണൽ ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, ഹൗസ് ഹോൾഡ് ആയിരിക്കാം. Next example of exercise. Exercise is a subset of physical activity that is planned and structured and repetitive and has a final or an intermediate objective, the improvement or maintenance of physical fitness. So, physical exercise in example is a exercise is a subset of physical activity. Physical activity is a subset that is planned. That physical activity is planned, structured and repetitive and has a final or an intermediate objective, that is improvement or maintenance of physical fitness. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഓർ മെയിൻ്റെനൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആൻഡ് സഹായിക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഉദ്ദേശം. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതുകൊണ്ട് എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ എക്സസൈസ്. നെക്സ്റ്റ്, ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് റിലേറ്റ് ചെയ്ത ഹെൽത്ത് റിലേറ്റഡ് കോമ്പണന്റ്. The 5 factors of fitness contribute to physical fitness and help guide process of getting fit. So, ഈ ഒരു 5 factors of fitness. ഫിറ്റ്നസിന്റെ 5 ഘടകങ്ങൾ കോൺട്രിബ്യൂട്ട് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽപ്പ് ഗൈഡ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഫിറ്റ്. നമ്മളെ ഗെറ്റിംഗ് ഫിറ്റ് ആവാൻ സഹായിക്കുന്നു. ആ ഘടകങ്ങളൊക്കെ നോക്കാം. 5 factors of fitness. നമ്മളെ 5 factors of physical fitness cardiovascular endurance, muscular strength, muscular endurance, flexibility, body composition. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. These are the 5 factors of fitness. 5 factors of physical fitness: cardiovascular endurance, muscular strength, muscular endurance, flexibility, body composition. So, the Center for Disease Control Prevention (CDC) links regular physical activity to a reduced risk of cardiovascular disease. So, physical exercises നമ്മളെ ഈ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ ലൈഫ് ടൈം ഡിസീസസ് ആയ ഡയബറ്റിക് 2, ടൈപ്പ് 2 ഡിസോർഡേഴ്സ്, സം ക്യാൻസർ, ഇംപ്രൂവ്ഡ് ബോൺ ഹെൽത്ത്, എൻഹാൻസ്ഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിത്ത് ഏജ്. ലേൺ മോർ. ഓക്കെ, ദിസ് ഈ ഒരു ഫിസിക്കൽ എക്സസൈസുകൾ നമ്മളെ ഹാർട്ട് ഡിസീസ് കുറയ്ക്കുന്നു, ടൈപ്പ് 2 ഡയബറ്റിക്സ് കുറയ്ക്കുന്നു, അതേപോലെ തന്നെ നമ്മളെ ക്യാൻസർ പോസിബിലിറ്റി കുറയ്ക്കുന്നു, മെന്റൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നു, നമ്മളെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഈ 5 കോമ്പണൻസിൽ വരുന്ന കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, കാർഡിയോ മീൻസ് നമ്മളെ ഹെൽത്ത് മീൻസ് ഹാർട്ട് റിലേറ്റഡ് കാര്യമാണ് കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഓർ എയറോബിക് ഫിറ്റ്നസ് refers to your body's ability to efficiently and effectively intake oxygen and delivers it to your body's tissues throughout the heart, lungs, arteries, vessels and veins.
സോ കാർഡിയോവാസ്കുലർ എൻഡുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശരീരത്തിന്റെ കഴിവാണ്, എഫിഷ്യൻസി ആണ്. എന്തിനുള്ള? ഇഫക്റ്റീവ്ലി ഇൻടേക്ക് ഓക്സിജൻ ഇഫക്റ്റീവ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കുക ആൻഡ് ഡെലിവർ ഇറ്റ് യുവർ ബോഡീസ് ടിഷ്യൂസ്, നമ്മളെ ബോഡിയുടെ ടിഷ്യൂസിലൂടെ, ഹാർട്ടിലൂടെ, ലങ്സിലൂടെ, ആർട്ടറിയൽസിലൂടെ, വെയിൻസിലൂടെ ഒക്കെ അത് പുറത്തേക്ക് വിടാനുള്ള നമ്മളെ ശരീരത്തിനുള്ള എബിലിറ്റിനെയാണ്, എഫിഷ്യൻസിനെയാണ് കാർഡിയോവാസ്കുലർ എൻഡുറൻസ് എന്ന് പറയാം. ബൈ എൻഗേജിങ് ഇൻ റെഗുലർ എക്സസൈസ് ദാറ്റ് ചാലഞ്ചസ് യുവർ ഹാർട്ട് ആൻഡ് ലങ്സ് യു ക്യാൻ. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡുറൻസ് വർദ്ധിക്കുന്നു. മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദ എഫിഷ്യന്റ് ഡെലിവറി ആൻഡ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ടു യുവർ ബോഡി സിസ്റ്റം. അവര് ശരീരത്തിന്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഓക്സിജൻ ഉൾക്കൊള്ളാൻ നമുക്ക് സഹായിക്കുന്നു. എൻഹാൻസ് സെല്ലുലാർ മെറ്റാബോളിസം, നമ്മുടെ സെല്ലുലാർ മെറ്റാബോളിസം നല്ല രീതിയിലേക്ക് പോകുന്നു. അതായത് നമ്മളെ വെസൽസ്, വെയിൻസ്, ലങ്സ്, ആർട്ടറീസ് അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നു. ആൻഡ് ഈസ് ദ ഫിസിക്കൽ ചാലഞ്ചസ് ഓഫ് എവറി ഡേ. നമുക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ചാലഞ്ചസ്, ഫാറ്റീഗ് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, മടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഫിസിക്കൽ എക്സസൈസുകൾ. നെക്സ്റ്റ് മസ്കുലർ എൻഡുറൻസ്. ഒന്ന് കാർഡിയോ മസ്കുലർ എൻഡുറൻസിന് സഹായിക്കുന്നു. നെക്സ്റ്റ് മസ്കുലർ എൻഡുറൻസ്. മസ്കുലർ എൻഡുറൻസ് ഇസ് one of two factors that contribute to overall muscular health. മസ്കുലർ ഹെൽത്തിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മസ്കുലർ എൻഡുറൻസ്. Think of muscular endurance as particular muscle group's ability to continuously contrast against a given resistance. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു മസ്കുലർ റെസിസ്റ്റൻസിന്, മസിൽ പവർ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ എക്സസൈസ് സഹായിക്കുന്നു, മസ്കുലർ എൻഡുറൻസിന് സഹായിക്കുന്നു. ആൻഡ് ഫോർ എവറി ഡേ ഹെൽത്ത്, നമ്മളെ ഫിസിക്കൽ എക്സസൈസ്, കാർഡിയോവാസ്കുലർ എൻഡുറൻസ്, മസ്കുലർ എൻഡുറൻസ്, അതേപോലെ ഫോർ എവറി ഡേ ഹെൽത്ത്. ഫോർ ജനറൽ ഹെൽത്ത്, ടോക്ക് ടു എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ to determine what is best for you given your medical history and current fitness level. Everyone's needs and goals are different, so what is right for you? Some people may want to develop enough endurance to transport groceries from your car to your house. അപ്പോൾ ഓരോ ആൾക്കാരുടെയും എവറിഡേ ഹെൽത്ത് ആവശ്യമായ അവരുടെ ഒക്കുപേഷൻസ്, അതേപോലെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ട് അവർ ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തമായിരിക്കും. ആ രീതിയിൽ നമ്മൾ ഓരോ ദിവസത്തെയും ഹെൽത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളെ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നു. ഫോർ ഫിറ്റ്നസ് റിലേറ്റഡ് ഗോൾസ്, നമ്മളെ യു വിൽ നീഡ് എ ഹയർ ലെവൽ ഓഫ് മസിൽ എൻഡ്യൂറൻസ്. നമ്മളെ ഈ ഒരു സ്പോർട്സ്, അത് സൈക്ലിങ്, അല്ലെ ഹാർഡായിട്ടുള്ള ജോലികള്, മാൻ പവർ മാനുവലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മസ്കുലർ എൻഡുറൻസ് ആവശ്യം ഉണ്ടാവും. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഈ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണം വരിക, ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ സ്ട്രെസ് ഫീൽ ചെയ്യും. ഫോർ ഫിറ്റ്നസ് റിലേറ്റഡ് ഗോൾസ്, അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഈ ഒരു നമ്മളെ ഫിസിക്കൽ എക്സസൈസുകൾ സഹായിക്കുന്നു. നെക്സ്റ്റ് മസ്കുലർ സ്ട്രെങ്ത്. നമ്മളെ മസ്കുലർ എൻഡുറൻസ് പറഞ്ഞില്ലേ, മസ്കുലർ സ്ട്രെങ്ത് refers to the amount of force of a specific muscle group can produce on in one all-out effort. In strength training terms, it's your one rep max. അതായത് മസ്കുലർ സ്ട്രെങ്ത്, നമ്മളെ മസിൽ പവർ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ഇല്ലാതെ നമ്മളെ ബോഡി വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ള മസ്കുലർ എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാൻ ഫിസിക്കൽ എക്സസൈസ് സഹായിക്കുന്നു. അതേപോലെ ഓരോ ആളുടെയും ജീവിത ശൈലികൾക്കനുസരിച്ച്, ജീവിത രീതികൾക്കനുസരിച്ച്, നമ്മൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എക്സസൈസുകൾ നമ്മൾ ഏർപ്പെടുക. നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു. ടു ഇംപ്രൂവ് മസിൽ സ്ട്രെങ്ത്, ടു ഇംപ്രൂവ് മസിൽ എൻഡ്യൂറൻസ്.
മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? യൂസ് ഹെവിയർ വെയ്റ്റ്സ് വിത്ത് ഫ്യൂവർ ആപ്സ്, ടേക്കിംഗ് യുവർ മസിൽസ് ടു ഫാറ്റിഗ് വിച്ച് ഈച്ച് സ്റ്റെപ്പ്. അതേപോലെ മസിൽ ഇൻഫുറൻസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? യൂസ് ലൈറ്റർ വെയ്റ്റ്സ്, ഹയർ അപ്പ് കൗണ്ട്സ് ടു ഇൻക്രീസ് എൻഡുറൻസ് ഓവർ ടൈം. നെക്സ്റ്റ് നമ്മളെ ഫ്ലെക്സിബിലിറ്റിക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്ലെക്സിബിലിറ്റി റെഫേഴ്സ് ടു ദ റേഞ്ച് ഓഫ് മോഷൻ അറൌണ്ട് എ ഗിവൺ ജോയിന്റ് വിതൗട്ട് പെയിൻ. സോ ഫ്ലെക്സിബിലിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു റേഞ്ച് ഓഫ് മോഷൻസ്. നമ്മുടെ ചലനങ്ങളെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അറൌണ്ട് എ ഗിവൺ ജോയിന്റ് വിതൗട്ട് പെയിൻ, നമുക്ക് വേദന അനുഭവപ്പെടാതെ നമ്മളെ റേഞ്ച് ഓഫ് മോഷനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മസിൽ പെയിൻ അല്ലെ നമ്മളെ ജോയിന്റ് പെയിൻ, നമ്മുടെ ശരീരത്തിൽ എവിടെയും വേദനകൾ അനുഭവപ്പെടാതെ നമുക്ക് നമ്മളെ ബോഡിയെ മൂവ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി ഈസ് ജോയിന്റ് സ്പെസിഫിക്. നമുക്ക് മസ്കുലർ സ്ട്രെങ്ത്തിനും എൻഡുറൻസിനും ജോയിന്റ് സ്പെസിഫിക് ആണ്. നമ്മുടെ ജോയിന്റിൽ പെയിന് വരുന്ന സമയത്ത് നമുക്ക് മസ്കുലർ സ്ട്രെങ്ത് എൻഡുറൻസ് ഇല്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ജോയിന്റ് പെയിൻ വരിക എന്നുള്ളത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നാണ് അർത്ഥം. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് എസെൻഷ്യൽ അറ്റ് എനി ഏജ്. ഏത് പ്രായത്തിലും ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യമാണ്. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ അൺഹിൻഡ്രഡ് മൂവ്മെന്റ് ആൻഡ് ക്യാൻ എഫക്ട് യുവർ ബാലൻസ്. അപ്പൊ ഒരു അൺഹിൻഡ്രഡ് ആയിട്ടുള്ള തടസ്സങ്ങളില്ലാത്ത മൂവ്മെന്റിന് ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ചെറിയ അത് ഏത് ഏജിൽ ആവശ്യമാണെന്ന് പറയുന്നത് അതാണ്. ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ നടത്തം പഠിക്കാൻ, കമഴ്ന്ന് കിടക്കാൻ, അതിനൊക്കെ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. വലിയ പ്രായമാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ കാര്യം ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഫ്ലെക്സിബിലിറ്റി ഒരു ടേമിൽ ഉൾപ്പെടുത്താം. ആൻഡ് ഹൗ ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് നമ്മളെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ വേസ് യു ക്യാൻ വർക്ക് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് വർക്ക്ഔട്ടുകളാണ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, വെർ യു ഹോൾഡ് എ സ്ട്രെച്ച് ഫോർ 10 to 30 seconds അറ്റ് എ ടൈം. നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യാം. Workouts that take you through dynamic stretching exercise such as bar yoga, tai chi or pilates. അത് യോഗ ചെയ്യാം, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ആക്റ്റീവ് സ്ട്രെച്ചിങ് സച്ച് ആസ് ലിഫ്റ്റിംഗ് യുവർ ലെഗ് ആൻഡ് ഹോൾഡിംഗ് ഇറ്റ്, നമ്മള് കാല് ഉയർത്തുക, അത് കുറച്ച് സമയം അവിടെ പിടിച്ചു നിർത്തുക, മീൻസ് അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവ്. Use the contractions of opposing muscles to relax the muscle being stretched. നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ, യോഗ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കാൻ സഹായിക്കും. Passive stretching, also called relaxed stretching, is where you assume a stretch position and hold it with the assistance of another part of your body. അതായത് നമ്മുടെ ശരീരം ഇപ്പം നമ്മളെ ബട്ടക്സ് ഒക്കെ ഉയർത്തുക, അത് കൈകൊണ്ട് കുറച്ച് സമയം താങ്ങി നിർത്തി അത് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റിയാൽ നമ്മളെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും. ഐസോമെട്രിക് സ്ട്രെച്ചിങ് ടൈപ്പ്. എ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് യൂസസ് റെസിസ്റ്റൻസ് ടു ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ റിലാക്സിങ് ആൻഡ് കോൺട്രാക്ടിങ് ദ മസിൽസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്താൽ നമ്മളെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും. അതായത് നമ്മളെ മൂവ്മെന്റ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ബോഡി കോമ്പോസിഷൻ. Body composition, or your body's fat mass ratio to fat free mass, is the final component of health related physical fitness. നമ്മളുടെ ബോഡിയുടെ ഫാറ്റ് മാസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ്. അത് അങ്ങനെ പറയാൻ കാരണം ഈ ഫാറ്റ് മാസ് റേഷ്യോ എന്നുള്ള കാര്യം അത് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്
നമ്മളെ അഡ്വേഴ്സ് ഹെൽത്ത് ഔട്ട്കംസ് ആയിട്ട് നമ്മളെ ഹെൽത്തിനെ മോശം ഔട്ട്കം ആയിട്ടാണ് ഈ ഫാറ്റ് മാസ് റേഷ്യോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് ആസ് ഹാർട്ട് ഡിസീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. Attaining and maintaining the right body composition for unique situation is the goal of most exercise routines. അപ്പൊ ഈ ഫാറ്റ് മാസ് റേഷ്യോ നെഗറ്റീവിലാവുന്ന സമയത്ത് നമുക്ക് ഈ ഹാർട്ട് ഡിസീസസ്, ടൈപ്പ് 2 ഡിസീസുകളൊക്കെ വർദ്ധിക്കും. സോ അങ്ങനെയാണ് നമ്മളെ ബോഡി കോമ്പോസിഷൻ അളക്കുക എന്നുള്ളതാണ്. ടു സീ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ബോഡി കോമ്പോസിഷൻ യു നീഡ് ടു നോ യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പം നമ്മളെ ബോഡി കോമ്പോസിഷൻ അറിയണമെങ്കിൽ നമുക്ക് ശരിക്കും നമ്മളെ ബോഡിയെ ശരിക്കും മനസ്സിലാവണം. Weighting yourself on a scale is not recommended, as weight alone doesn't tell you that make up our internal tissue. നമ്മളെ വെയിറ്റ് കുറഞ്ഞത് കൊണ്ടോ അല്ല വെയിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കിടക്കുന്നത്. സം മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ബോഡി കോമ്പോസിഷൻ. നമ്മൾ ബോഡി കോമ്പോസിഷൻ മെഷർ ചെയ്യുന്ന സം മെത്തേഡ്സ്, കുറച്ച് മെത്തേഡ്സുകളുണ്ട്. അതിന്റെ പേരുകളാണ് ബയോഇലക്ട്രിക്കൽ ഇംപെഡൻസ് അനാലിസിസ്, BIA. Bioelectrical impedance analysis, BIA. Some gyms offer this type of testing, or you can purchase a scale for gold. Use bioelectrical impedance analysis to estimate body fat percentage. അതായത് നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സ്കെയിലാണ് ഈ പറയുന്ന BIA എന്ന് പറയുന്നത്. അത് ചില ജിമ്മുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കത് വാങ്ങാനും സാധിക്കും. അതാണ് BIA-യിലൂടെ നമുക്ക് നമ്മളെ ബോഡി മാസ് ബോഡി കോമ്പോസിഷൻ അളക്കാൻ പറ്റും. നെക്സ്റ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് അണ്ടർ വാട്ടർ വെയിങ്. Hydrostatic testing involves being weighted on dry land followed on a underwater scale. You may find these testing facilities in research labs and some fitness centers. Research ലാബുകളിൽ ഫിറ്റ്നസ് സെന്ററുകളിലൊക്കെ ഈ ഒരു സ്കെയിലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ടെസ്റ്റിംഗ് സമ്പ്രദായം ഹൈഡ്രോസ്റ്റാറ്റിക് അണ്ടർ വെയിങ്. നെക്സ്റ്റ്, ടെക്സ. ഈ പേര് വെള്ളത്തിന്റെ ഉള്ളിലാണോ വെള്ളത്തിന്റെ പുറമെയാണോ വെറ്റ്ലാൻഡിലാണോ എന്നൊന്ന് പഠിച്ചു വെക്കണ്ട. ടെക്സ, ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷൻ മെട്രി. Scans. These are typically used for measuring bone mineral density but can also accurately measure body composition. അപ്പൊ നമ്മളെ ബോഡിയിലുള്ള ബോണിലുള്ള മിനറൽ ഡെൻസിറ്റി അതേപോലെ തന്നെ we can measure body composition. The X-ray scans are usually performed at radiology centers and may or may not be covered by insurance. അപ്പോ ഇത് സ്കാനിങ് പ്രോസസ് ആണ്. അത് റേഡിയോളജി വിഭാഗങ്ങളാണ് നടത്തുന്നത്. ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ. ബോഡി പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ. These tools are not as accurate as DEXA scan. Scan പോലെ അത്ര accurate അല്ല. Or hydrostatic testing, but are readily available at easy to use. കുറച്ചുകൂടെ ഈസി ആണ് യൂസ് ചെയ്യാൻ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്നുള്ളത് നമ്മൾ ഇതുവരെ ഫിസിക്കൽ എക്സസൈസ് അല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ബെനിഫിറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് one of the easiest ways to reduce your risk for chronic disease and improve your quality of life. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ ഭാഗമായിട്ടാണ്. റെഗുലർ ആയിട്ട് നമ്മൾ ഫിസിക്കൽ എക്സസൈസിൽ ഏർപ്പെടുന്ന സമയത്ത് ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ്. ഈ ക്രോണിക് ഡിസീസസ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിക്സ് അതുപോലെയുള്ള ക്രോണിക് ഡിസീസസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. സോ മേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എ പ്രയോറിറ്റി ടു. ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ? അതെന്ത് എന്തിനു നമ്മളെ സഹായിക്കുന്നു? ഇംപ്രൂവ് യുവർ മെമ്മറി ആൻഡ് ബ്രെയിൻ ഫങ്ഷൻ. ഓൾ ഏജ് ഗ്രൂപ്പ്സ്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും ബ്രെയിൻ ഫങ്ഷനെയും മെമ്മറിയെയും ഇംപ്രൂവ് ചെയ്യുന്നു. പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് മെനി ക്രോണിക് ഡിസീസസ്. ഒരുപാട് ക്രോണിക് ഡിസീസസ് നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു.
എയ്ഡ് ഇൻ വെയിറ്റ് മാനേജ്മെന്റ്, നമ്മളെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ലോവർ ബ്ലഡ് പ്രഷർ ആൻഡ് ഇംപ്രൂവ് ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹാർട്ട് ബീറ്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ, ആ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. കോമ്പാക്ട് ക്യാൻസർ റിലേറ്റഡ് ഫാറ്റീഗ് ആ ക്ഷീണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഇംപ്രൂവ് ജോയിന്റ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ്, ജോയിന്റ് പെയിന് ഒക്കെ കുറയ്ക്കുന്നു. മെയിൻറ്റെയിൻ മസിൽ സ്ട്രെങ്ത് ആൻഡ് ബാലൻസ്, ഇൻക്രീസ് ലൈഫ് സ്പാൻ. ആഫ്റ്റർ ഓൾ നമ്മളെ ആയുസ് വർദ്ധിക്കുന്നു. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളെ മെമ്മറി, ബ്രെയിൻ പവർ, ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ക്രോണിക് ഡിസീസസ് നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നു. വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യുന്നു. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു. ക്യാൻസർ റിലേറ്റഡ് ഫാറ്റീഗ് കുറയ്ക്കുന്നു. അതുപോലെ ജോയിന്റ് പെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. മസിൽ സ്ട്രെങ്ത്, ബാലൻസ് ഉണ്ടാവുന്നു. ഇൻക്രീസ് ലൈഫ് സ്പാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എയറോബിക്സ് ആൻഡ് അനോറോബിക് എക്സസൈസസ്. അപ്പൊ എയറോബിക്, വാട്ട് ഈസ് എയറോബിക് എക്സസൈസ്, വാട്ട് ഈസ് അനോറോബിക് എക്സസൈസ്, വാട്ട് ആർ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. Regular exercise has been consistently shown to benefit both body and mind as well as reducing the risk of several diseases. അപ്പൊ നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ ബോഡി, ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ പിന്നെ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെ ഒരു വാക്ക് കണ്ടോ? റിമെമ്പർ ദാറ്റ് എനി ടൈപ്പ് ഓർ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ നത്തിങ്. അപ്പൊ നമുക്ക് അറിയില്ല, പ്രോപ്പർ എക്സസൈസ് അറിയില്ല, യോഗ അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എനി ടൈപ്പ് ഓർ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് മച്ച് ബെറ്റർ ദാൻ നത്തിങ്. ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നല്ലത്, ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത്. ഒരു ആക്ടിവിറ്റിയിലും ഒരു എക്സസൈസും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസോ, ഒന്നുകിൽ നടത്തം അല്ലെങ്കിൽ ചാട്ടം, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഏറ്റവും നല്ലത്. Types of exercise are often grouped into 4 different categories. ഈ ഒരു എക്സസൈസുകൾ 4 ഡിഫറെന്റ് കാറ്റഗറീസിലാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എയറോബിക്, അനോറോബിക്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ആൻഡ് ബാലൻസ് ആൻഡ് coordination. Aerobic, anaerobic, flexibility and mobility, and balance and coordination. While some exercise may predominantly fit into one category, many activities will associated with more than one. So ഓരോരോ ആക്ടിവിറ്റീസും ഓരോരോ എക്സസൈസിനും ഓരോരോ ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക. അപ്പൊ ഓരോ എക്സസൈസുകൾ എയറോബിക് എൻഡ്യൂറൻസ് എക്സസൈസ്. അപ്പോൾ എയറോബിക് എക്സസൈസ് എന്താണെന്നുള്ളത്, what is usually categorized as aerobic exercises, aerobic process dominate in the release of energy that the body can use to perform. So aerobic process ആണ് dominate ചെയ്യുന്നത് aerobic exerciseൽ. Aerobic exercise is often referred to as endurance or cardio exercise and happen when large muscles in the body move in a rhythmic manner for a long period of time. So ഈ aerobic exerciseൽ നമ്മൾ ഈ cardio മസ്കുലർ എൻഡുറൻസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു എയറോബിക് എക്സസൈസിൽ നമ്മളെ ലാർജ് മസിൽസ്, നമ്മളെ ബോഡിയിലുള്ള ഒരുപാട് മസിൽസ് ഒരു റിതമിക് മാനറിൽ, ഒരു റിതമിക് പാറ്റേണിൽ ഒരുപാട് സമയം ഒരുമിച്ച് ഇങ്ങനെ എക്സസൈസിൽ ഏർപ്പെടുന്നു. എയറോബിക് എക്സസൈസ് ഇൻവോൾവ് ഇൻക്രീസ് ഓക്സിജൻ കൺസംഷൻ ബൈ ദ ബോഡി. അപ്പൊ എയറോബിക് ആയിട്ട് ഇൻക്രീസ്ഡ് ഓക്സിജൻ കൺസംഷൻ ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാർട്ട് ഡിസീസുകളൊക്കെ കുറയും. അതേപോലെ തന്നെ നമ്മളെ ഇൻക്രീസിങ് ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ്. The kind of exercise is important for many body functions and helps keep our heart, lungs and circulatory system healthy as well as improving our cardio respiratory fitness. അതായത് ഈ ഒരു എയറോബിക് എക്സസൈസ് നമ്മൾ ഒരുപാട് മസിൽ ഒരുമിച്ച് എക്സസൈസിൽ ഏർപ്പെടുന്നു.
കുറഞ്ഞ സമയം, കുറച്ച് നീണ്ട സമയങ്ങളിൽ അത് നമ്മളെ ഓക്സിജൻ ഇൻടേക്കിനെ സഹായിക്കുന്നു. അത് നമ്മളെ ലങ്സിന്റെ ഹാർട്ടിന്റെ ഒക്കെ ഫങ്ഷനിങ്ങിനെ സഹായിക്കുന്നു. അപ്പൊ ഈ എയറോബിക് എക്സസൈസിന് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു. ഒരുപാട് മസിലുകൾ കുറച്ചധികം സമയം എക്സസൈസിൽ ഉൾപ്പെടുന്നു. ബോഡി നല്ല രീതിയിൽ ഷേക്ക് ഉണ്ടാവുന്നു. And walking, running, cycling, swimming are examples of aerobic exercise. അപ്പം അത്രയും മസിൽസ് ഒരുമിച്ച് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു, എക്സസൈസിൽ ഏർപ്പെടുന്നു, കുറച്ച് സമയം നീണ്ടുപോകുന്നു. നടത്തത്തിലൂടെ ഓട്ടം, സൈക്ലിംഗ്, സ്വിമ്മിങ് ഇതൊക്കെ എയറോബിക് എക്സസൈസിന് എക്സാമ്പിൾ ആണ്. എയറോബിക് എക്സസൈസ് നമ്മളെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നു. അതേപോലെ തന്നെ ലങ്സിന് അതിനൊക്കെ ഹെൽത്തി ആയിട്ട്. എയറോബിക് എക്സസൈസിന് എക്സാമ്പിൾ ആണ് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിങ്. Aerobic activity can be performed at a range of intensive over a period of time. അപ്പൊ നമുക്ക് ചിലർക്ക് സൈക്ലിങ്ങിൽ കുറെ ദൂരം പോകുന്നത് വേണം, നടക്കുന്നത് കുറെ കിലോമീറ്ററുകൾ നടക്കുന്ന കുറെ സമയം സ്വിം ചെയ്യുന്നത് വേണം. അപ്പം ഒരു can continue a range of intensive over a period of time. Moderately intense activities will increase your breathing and heart rate. അപ്പോൾ മോഡറേറ്റ് രീതിയിലുള്ള ഇന്റൻസ് ആക്ടിവിറ്റീസ് വിൽ ഇൻക്രീസ് യുവർ ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ്. നമ്മളെ ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. ബട്ട് യു ഷുഡ് സ്റ്റിൽ ബി ഏബിൾ ടു ക്യാരി ഔട്ട് എ കോൺവെർസേഷൻ. ഇറ്റ് വിൽ ഓൾസോ ലീഡ് ടു എൻ ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ കോസിംഗ് സ്ലൈറ്റ് സ്വെറ്റിംഗ്. അപ്പൊ നമ്മള് ഓടുക, നടക്കുക, സ്വിമ്മിങ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ എന്താണ് ബ്രീത്തിങ്ങിനും ഹാർട്ട് റേറ്റിനും ഒക്കെ സഹായിക്കുന്നു. അതേപോലെ തന്നെ സൈക്ലിങ്ങിന് ഓടുന്ന സമയത്ത്, നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് കോൺവെർസേഷനൊക്കെ ഏർപ്പെടാൻ പറ്റുന്നു. നമ്മളെ ശരീരം ഒന്ന് ഹോട്ടാവുന്നു, സ്വെറ്റ് വരുന്നു. ഇതൊക്കെ നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസിനെ ഒരുപാട് സഹായിക്കുന്നു. വിഗറസ്ലി ഇന്റൻസ് ആക്ടിവിറ്റീസ് വിൽ ലീഡ് ടു ഹെവി ബ്രീത്തിങ്. അപ്പൊ വിഗറസ്ലി ഇന്റൻസ് ആക്ടിവിറ്റീസിൽ ഹെവി ബ്രീത്തിങ്ങിനാണ് സഹായിക്കുക. നമ്മൾ ഓടുന്ന സമയത്ത് വേർ യു കനോട്ട് കീപ് എ കോൺവെർസേഷൻ. ഓടുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ സ്വിം ചെയ്യുന്ന സമയത്തൊന്നും കോൺവെർസേഷനിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ് വിൽ കോസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ആൻഡ് ബോഡി ടെമ്പറേച്ചർ. ഓടുന്ന സമയത്തൊക്കെ നടക്കുന്നതിനേക്കാളും സൈക്ലിങ്ങിനേക്കാളും ഒക്കെ നമ്മളെ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നു. അതാണ് വിഗറസ് എക്സസൈസ്. അപ്പൊ മൈൽഡ്ലി ഉള്ളതുകൊണ്ട് മോഡറേറ്റ്, അതായത് മൈൽഡ്ലി ഓർ മോഡറേറ്റ്ലി ഇന്റൻസ് ആക്ടിവിറ്റീസും വിഗറസ്ലി ഇന്റൻസ് ആക്ടിവിറ്റീസും ഉണ്ട് എയറോബിക്സിന്റെ കണ്ടറില്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് എയറോബിക് എക്സസൈസ്. എയറോബിക് എക്സസൈസിന്റെ ബെനിഫിറ്റ്സ്. Regular aerobic exercise has been shown to reduce the risk of developing many diseases. നമ്മളെ ഈ ഒരു ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റിക്സ്, അതേപോലെയുള്ള അസുഖങ്ങള്, ഈവൻ കുറച്ച് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസർ, അതൊക്കെ ആ നമ്മളെ ഈ എയറോബിക് എക്സസൈസ് അതേപോലെ തന്നെ ഈ എക്സസൈസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിപ്രഷൻ. നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഡിപ്രസ്ഡ് ആവുക, ആ രീതിയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ എയറോബിക് എക്സസൈസുകൾ സഹായിക്കുന്നുണ്ട്. എയറോബിക് സ്ട്രെങ്ത് ആൻഡ് പവർ എക്സസൈസ്. ഇനി എയറോബിക് എക്സസൈസ് കഴിഞ്ഞു, ഇനി അനോറോബിക് എക്സസൈസ് ആണ്. എയറോബിക് എക്സസൈസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ് ഒക്കെ. അതില് usually categorized as aerobic exercise. Aerobic process dominate in the release of energy that body can use to perform. Aerobic exercise നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മള് ആ എനർജി നമുക്ക് പെർഫോം ചെയ്യാൻ, നമ്മളെ ഡേ ടു ഡേ അഫയേഴ്സ്, ഡെയിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പിന്നെ വരുന്നതാണ് അനോറോബിക് എക്സസൈസസ്. Definition of anaerobic exercise. Aerobic കഴിഞ്ഞു, ഇനി anaerobic ആണ്. Anaerobic exercise process dominate in releasing energy that the body can use to perform. Aerobic exerciseും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്, റിലീസിങ് എനർജി. Anaerobic exercise such as strength and power training will enhance our muscles power, strength and size. അപ്പം ഈ അനോറോബിക് എക്സസൈസ്
നമ്മളെ പവർ ട്രെയിനിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ പവർ ട്രെയിനിങ് വിൽ എൻഹാൻസ് അവർ മസിൽ പവർ, സ്ട്രെങ്ത് ആൻഡ് സൈസ്. നമ്മളെ മസിൽ പവർ അതേപോലെ സൈസ്, സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ദിസ് ഇൻക്ലൂഡ്സ് പെർഫോമിംഗ് എക്സസൈസസ് അറ്റ് എ ഹൈ ഇന്റൻസിറ്റി ഓവർ എ ഷോർട്ട് ഡ്യൂറേഷൻ, യൂഷ്വലി ഓൺ എ സ്കെയിൽ ഓഫ് സെക്കൻഡ്സ് ടു എ ഫ്യൂ മിനിറ്റ്സ്. So this includes performing exercise at high intense over a short duration. അപ്പൊ ആറോബിക് എക്സസൈസ് നമുക്ക് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അനോറോബിക് എന്ന് പറഞ്ഞാൽ ഇന്റൻസ് ആയിരിക്കും ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. എക്സാമ്പിൾസ് ഓഫ് അനോറബിക് എക്സസൈസ്: സ്പ്രിന്റിങ്, അതായത് സ്പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ കുതിച്ചോടുന്നില്ല അത്. ലിഫ്റ്റിംഗ് വെയിറ്റ്സ്, അത് കുറെ സമയം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നടത്തം പോലെ സ്വിമ്മിങ് പോലെ ഒന്നും കുറെ സമയം നടത്താൻ പറ്റൂല അനോറോബിക്സ്. അതാണ് സ്പ്രിന്റിങ്, ലിഫ്റ്റിംഗ് വെയിറ്റ്സ്, റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് ആൻഡ് ബോഡി വെയ്റ്റ്സ് എക്സസൈസസ്. പുഷപ്പ്, പുള്ളപ്പ്, അതായത് ബോഡി വെയ്റ്റ് എക്സസൈസ്. അതൊന്നും ഒരുപാട് സമയമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരുപാട് സമയം ചെയ്യാൻ പറ്റാതെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമില് ഒരുപാട് ഇന്റൻസ് ആയിട്ട് ചെയ്യുന്ന പെർഫോമൻസ് ആണ് അനോറോബിക് എക്സസൈസ്. അതാണ് സ്പ്രിന്റിങ്, ലിഫ്റ്റ് വെയിറ്റിംഗ്, ബോഡി വെയിറ്റിംഗ്, അങ്ങനെ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അനോറോബിക്സ്. അതാണ് കുറച്ചും കൂടെ ഇന്റൻസ് ആയിട്ടുള്ളതും ഷോർട്ട് ഡ്യൂറേഷനിലും വരുന്നതാണ് അനോറോബിക് എക്സസൈസസ്. ഓക്കെ, എയറോബിക്സും അനോറോബിക്സും മാറിപ്പോരുത്. എയറോബിക്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം സമയം നടത്താൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ് ഒക്കെ. അനോറോബിക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുതിച്ചു ഓടുക, നല്ല സ്പീഡിൽ ഓടുന്ന സമയത്ത് നമ്മൾ ഒരു 2-3 സെക്കൻഡ്സ് അല്ല കൊണ്ട് നമ്മൾ ഭയങ്കര രീതിയിൽ ടയർഡാവും. അതേപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അധിക സമയം. അപ്പൊ അങ്ങനെയുള്ള ഇന്റൻസ് ആയ എക്സസൈസുകളാണ് അനോറോബിക് എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ്, സമയമായി തോന്നുന്നു. ഇനി ഒരു 5 മിനിറ്റ്സ് ആ ക്ലാസ് കൊണ്ട് ഈ ഒരു യൂണിറ്റ് കഴിയാം. പിന്നെ ഒരു യൂണിറ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു ഈ പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്ലാസ്സും കൂടെ മതിയാവും. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.